ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ചെറിയ ഉത്രാട സദ്യയിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഓണസദ്യയും പരിപാടികളുമാണ്. അപ്പോൾ അതിൽ നമ്മൾ ചോറും കറികളും ഒക്കെ ഓരോരുത്തരുടെയും വീടുകളിലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ എനിക്ക് കിട്ടിയത് സാമ്പാറായിരുന്നു. അപ്പം ഞാനങ്ങനെ സാമ്പാറൊക്കെ രാവിലെ റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ മൂക്കുമ്പുഴ അമ്പലത്തിന് നേരെ കിഴക്ക് വശത്തുള്ള ഒരു ബോട്ട് ജെട്ടി പോലെ കെട്ടിയൊരു സംഭവമാണ്. കണ്ട ഒരു ചെറിയ റിസോർട്ട് പോലെ തന്നെ തോന്നും കേട്ടോ, കായലരികത്തുള്ള ഒരു റിസോർട്ട്. അപ്പോൾ എല്ലാവരും ഓരോരോ സംഭവങ്ങളും ഉണ്ടാക്കിയതുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ ചെന്നിട്ട് ആരൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കാണണവേ. ഇപ്പം ഓരോരുത്തർ ഇഞ്ചി, വെള്ളം, സാമ്പാർ, അവിയൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ കഴിക്കാനുള്ള ഫുഡ് കഴിക്കാൻ ഇരിക്കണമല്ലോ, അതിന് അപ്പുറത്ത് പോയി കസേരയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പിന്നെയും സാധനങ്ങളുമായിട്ട് ഓരോ ചേച്ചിമാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പിച്ചേച്ചിയാണ് വരുന്നത്. അമ്പിച്ചേച്ചിയുടെ കയ്യിൽ തോരനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പ്രസീത ചേച്ചി വരുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് നമ്മൾ ഒരുമിച്ച് കളക്ട് ചെയ്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്ന ദിവസമാണ് കേട്ടോ ഇത്. നോക്കിയാൽ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഒരു വള്ളം അതിൻ്റെ അടുത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. വള്ളം എന്ന് വെച്ചാൽ ഒരു ഫൈബർ വള്ളം കെട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ കായലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണത്. അവിടെ മൊത്തം നല്ല പച്ചപ്പാർന്ന സ്ഥലം, വള്ളം, തൊട്ടപ്പുറത്തൊരു പള്ളി കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ നമ്മുടെ വെള്ളം നിറച്ച് പായലൊക്കെ വന്ന് അടിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛന്മാരും അപ്പാപ്പന്മാരും ഒക്കെ കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള ചേട്ടൻ തന്നെയാണ് രാകേഷ് ചേട്ടൻ. അപ്പോൾ നമുക്കുള്ള ഫുഡും കറികളുമായിട്ട് വരുവാണ്. ബെൻസിലാദി ചേട്ടൻ, പിന്നെ രേഷ്മ ചേച്ചി ഇലയൊക്കെ പിച്ചിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഉമ്മ ചേച്ചിയും അവിയലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് എന്നെ നോക്കി കണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി തന്നെ വാഴയിലയെല്ലാം പിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ട് അവരൊന്നുകൂടെ ഒന്ന് കഴുകാമെന്നും പറഞ്ഞുകൊണ്ട് സാലി ചേച്ചി കഴുകിക്കൊണ്ടിരിക്കുവാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസം ഒരു സന്തോഷവും ഭയങ്കര അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കുറച്ച് ആൾക്കാരുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമായിരുന്നു, നമുക്ക് ഇങ്ങനെ ഒന്ന് കഴിച്ചാലോ എന്ന്. അപ്പോൾ നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ബാക്കി പിന്നെ പറയാവേ. അച്ചാർ വന്നിട്ടുണ്ട്, പച്ചടി വന്നിട്ടുണ്ട്, ഇഞ്ചി, അവിയൽ, പരിപ്പ് കറി, ക്യാബേജ് തോരൻ, പിന്നെന്താ പുളിശ്ശേരി, ചോറല്ലല്ലോ, നമ്മുടെ കടലപ്പായസം, പിന്നെന്തുവായത് വെറും പാത്രം, അതിൻ്റെ അടിയിൽ നമ്മുടെ സേമിയ പായസം ഇരിപ്പുണ്ട്, പിന്നെന്താണ് ചോറ്, ചക്കര വരട്ടിയും നമ്മുടെ ചിപ്സും ഉണ്ട്. പിന്നെ നമുക്ക് ചോറ് തിന്നാനുള്ള വാഴയില ഇരിപ്പുണ്ട്, പപ്പടമുണ്ട്, വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ അഭിമാന നിമിഷം എന്ന് പറയാൻ കാര്യം, നമ്മളെല്ലാവരും കൂടെ തോന്നി ചെറിയൊരു ആശയല്ലേ. അപ്പോൾ അത് ഇത്ര നന്നായിട്ട് സക്സസ് ആകുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ലായിരുന്നു. കാര്യം ഞങ്ങൾ പെണ്ണുങ്ങൾ വന്നാലും നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ അച്ഛന്മാരും ഭർത്താക്കന്മാരും ആങ്ങളമാരും ഒക്കെ നിൽക്കുമെന്ന് നമ്മൾ കരുതിയില്ല. പക്ഷേ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇതിൽ പങ്കെടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ടല്ലല്ലോ, ആ ജെട്ടി പോലത്തെ സംഭവത്തിൽ അപ്പുറവും ഇപ്പുറവും ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിലോട്ടാണ് നമ്മൾ വിളമ്പിയത്. എന്നിട്ട് കസേരയൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിലിട്ടിരുന്നാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഓരോ ഇലകളിലും കറികളും ചോറും ഒക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടേതായ പങ്ക് വളരെ കൃത്യമായിട്ട് ഇതിൽ നിർവഹിച്ചിരുന്നു കേട്ടോ. വളരെ സന്തോഷം തോന്നിയിരുന്നു. എല്ലാവർക്കും എന്നും ഈ ഒത്തൊരുമ ഉണ്ടായിരിക്കണമെന്നാണ് ഈ നിമിഷം എനിക്ക് തോന്നിയത് കേട്ടോ. എനിക്കെന്നല്ല, ഞങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. സന്തോഷം മാത്രമായിരുന്നു. പിന്നെ ഒന്നുകൂടെ ഇത് ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ ദിവസത്തിൽ തോന്നിയ ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വിപുലമാക്കാൻ പറ്റിയില്ല. അടുത്ത വർഷവും ഞങ്ങൾക്ക് ഇതിനേക്കാൾ മനോഹരമാക്കി ഇതൊക്കെ നടത്തണമെന്നാണ് ഞങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ രാംദാസ് അച്ഛനും രാജു അച്ഛൻ, പിന്നെ എൻ്റെ മക്കൾ, സജിച്ചേട്ടൻ, എൻ്റെ ചേട്ടൻ എല്ലാവരും കഴിക്കാനിരിക്കുന്നുണ്ട്. അവരെല്ലാവരും വിളമ്പിയിട്ട് ഓരോ സൈഡിലായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ എന്നോടൊരു ചോദിക്കുന്നുണ്ട്, നീ വീഡിയോ എടുക്കുന്ന മാത്രമേ ഉള്ളോ, വിളമ്പാനൊന്നും നിൽക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
നമ്മൾ പിന്നെ വാചകം അടിക്കാണല്ലോ മുന്നിലുള്ളത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇവരെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയെയും ആസ്വദിക്കുന്നു, നമ്മുടെ സദ്യയും ആസ്വദിക്കുന്നു. രണ്ട് ആസ്വാദനവും ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അമ്പിളിയമ്മയൊക്കെ വന്നതാ ഏതാണ്ടൊക്കെ കൗണ്ടർ അടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും നിങ്ങളുടെ അടുത്തൊക്കെ ഓണാഘോഷമൊക്കെ എങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടോ? ഞങ്ങളിതാ ഇങ്ങനെ ഞങ്ങളുടെ വള്ളക്കടവും ഞങ്ങളുടെ വള്ളവും ഞങ്ങളുടെ കായലും ഞങ്ങളുടെ കായലിൻ്റെ അക്കരെ ഇക്കരെ ഉള്ള സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ ചെറിയ തോതിൽ ആഘോഷിച്ചു. ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇനി ആഘോഷ പരിപാടികളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. ആദ്യം സദ്യവട്ടം കഴിയട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇന്നത്തെ ആകാശം നോക്കിയാൽ നല്ല ഭംഗിയില്ലായിരുന്നു. അതാ അപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ട് ആൾക്കാർ ഇപ്പുറത്തെ വശത്ത് ഇരുത്താൻ വേണ്ടി സാലിച്ചത് ആ വശത്തെ ടേബിളല്ലല്ലോ ആ ഒരു ഭാഗം കൂടെ വൃത്തിയാക്കാണ്. സാമ്പാർ എൻ്റെ സാമ്പാറാണ് ഇപ്പോൾ ഒഴിച്ചത് കേട്ടോ. കുറ്റം പറയാന്ന് കരുതരുത്. സാമ്പാറിന് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ നമ്മുടെ പ്രസിദ്ധ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ ഇത്. 2 ട്വിൻസും പിന്നെ ഒരു സിംഗിൾ ബേബിയുമാണ് അവർ 3 ബോയ്സ്. അപ്പോൾ അവർക്ക് ഉള്ള ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഓരോരുത്തരും വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അമ്മ സ്നേഹം കണ്ടോ, മകൻ്റെ ഒരു ഉമ്മയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രേഷ്മ ചേച്ചി ആരെയോ ഫോൺ ചെയ്ത് വിളിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ രത്നദാസ് ഏട്ടനാണ്, അമ്പി ചേച്ചിയുടെ ഭർത്താവാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടെ നിൽപ്പുണ്ട്. നമ്മുടെ ഗൗരിയൊക്കെ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അടുത്തത് പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വാലേട്ടൻ പായസം കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നു. ആദ്യം കടലപ്പായസമാണ് ഒഴിക്കുന്നത്. പിന്നെ നമുക്ക് കയറി ഇറങ്ങി നീന്തി തുടിക്കാൻ മാത്രമുള്ള ഒരു വലിയ അണ്ടാവ് പാത്രമായിരുന്നു. പകർത്താനുള്ള പാത്രം എടുക്കാൻ മറന്നുപോയി. പല ഫോൾട്ടുകളും ഇപ്പോൾ ഉണ്ടാവും, പിന്നീട് നമുക്ക് തിരുത്താം. അപ്പോൾ ദുർഗയും കണ്ണകി എന്തൊക്കെയോ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് വാലുവേട്ടൻ വെള്ളപ്പായസം മേടിച്ചു. ഇപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജവച്ചനും പായസമൊക്കെ മേടിച്ച് കഴിക്കും. ഞാൻ ഇത്ര കൃത്യമായിട്ട് ഓരോരുത്തരുടെ ഫുഡിൻ്റെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബോറടിക്കുമെങ്കിലും ഞാൻ എടുക്കാൻ കാര്യം അവരും ഇതിലൊക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് കാണിക്കുമ്പോൾ അതിലൊരു ഇരട്ടി മധുരം എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കിങ്ങിണിയൊക്കെയാണ് കേട്ടോ. കിങ്ങിണിയൊക്കെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്. ആൾ നേഴ്സാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാൻ വിളമ്പാനായിട്ട് മേടിച്ചു. അല്ലെങ്കിൽ ഇവരെന്നെ പരാതി പറഞ്ഞു കൊല്ലും, ഞാൻ മാത്രം ഒന്നും ചെയ്യുന്നില്ലെന്ന്. അങ്ങനെ ഞാൻ ഷോയ്ക്ക് വേണ്ടി നാരങ്ങാച്ചാറൊക്കെ എടുത്ത് വിളമ്പുന്നുണ്ട്. ഇപ്പോൾ നാരങ്ങാച്ചാർ ആരോ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് പോയിട്ട് ഞാൻ വേറെ എന്തോ ആണ് വിളമ്പുന്നത്. എന്തോ അല്ല, പരിപ്പ്. അങ്ങനെ ഞാൻ പരിപ്പ് വിളമ്പി. അപ്പോഴത്തേക്കും മൂന്നാമത്തെ ട്രിപ്പ് ആൾക്കാർ കയറിയിട്ട് എൻ്റെ മക്കൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അവരിതുവരെയും കഴിച്ച് തീർന്നിട്ടില്ല. പിന്നെ നമ്മുടെ രാകേഷ് ചേട്ടനും നമ്മുടെ പാപ്പസൻ ചേട്ടൻ അവരൊക്കെ വന്ന് കഴിക്കാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബാലേട്ടനാണ് വിളമ്പാൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഞാൻ തൊട്ട് പുറകെ പരിപ്പുമായിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തൊക്കെ ഓണപ്പരിപാടി ഇതുപോലൊക്കെ തന്നെയാണോ നടന്നത്? എല്ലാവരും അടിച്ച് പൊളിക്കുന്നുണ്ടോ ഓണം? ഞങ്ങൾക്കിവിടെ പ്രബോധിനി എന്നും പറഞ്ഞിട്ടൊരു ക്ലബ്ബ് കൂടെ ഉണ്ട് കേട്ടോ. അവിടെയും ഗാനമേളയും പിള്ളേരുടെ പരിപാടികളും പലതരം കായിക മത്സരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഞങ്ങളുടേതായ ഒരു ചെറിയ ഓണം ആഘോഷിച്ചിട്ട് അവിടേക്ക് പോയി പങ്കെടുക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ക്ലബ്ബുകളൊക്കെ കാണും അല്ലേ? അപ്പോൾ നമ്മുടെ സുശീലേട്ടൻ വന്നിട്ടുണ്ട്. സുശീലേട്ടനൊക്കെ ഇതിനു മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും അല്ലേ? പിന്നെ സോറി കേട്ടോ, എൻ്റെ ഈ ചുമ ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെ ചോറ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, ഒരു കൂട്ടം മീനുകളിങ്ങനെ കായലിൽ വന്നായിരുന്നേ. പക്ഷെ എനിക്കത് ഞാൻ എടുക്കാൻ എന്നപ്പോഴത്തേക്ക് അത് പോയി. ഇനി എപ്പോഴെങ്കിലും വരുന്നെങ്കിൽ കാണിച്ചു തരാം. നല്ല രസമായിരുന്നു. ആ മീനിൻ്റെ പേര് മറന്നു, ഒരു ചുമന്ന കളർ മീനായിരുന്നു. അത് അതിൻ്റെ മക്കളുമായിട്ട് മത്സരിച്ച് നമ്മുടെ ഈ ചോറിൻ്റെ വേസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നേ. അപ്പോൾ അടുത്ത സെക്ഷൻ ആൾക്കാർക്ക് വേണ്ടി നമ്മളിതാ ഇലയിൽ വിളമ്പിക്കൊണ്ടിരിക്കുവാണ്. പിള്ളേരൊക്കെ കഴിച്ചിട്ട് അവരിതാ വേറെ വശത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അടുത്ത് നമ്മുടെ ചേട്ടന്മാരൊക്കെ കഴിക്കാനിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു, നല്ല അടിച്ചു പൊളിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ഇടാം. കാര്യം ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കും, ലെങ്ത് ഒരുപാടാകും. അപ്പോൾ ഞാൻ അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് കഴിക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞു സുശീലേട്ടൻ കഴിക്കുന്നത് വായിലോട്ട് ഇടുന്നിടം വരെ ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, കഴിക്കത്തില്ലെന്നും പറഞ്ഞ് ഇരിക്കുവാണേ. അപ്പോൾ ഞാനിങ്ങനെ എപ്പോൾ വായിലോട്ട് ഇടുന്നതെന്ന് നോക്കി നിൽക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് സല്ല ചേച്ചി നല്ല തട്ടുന്നുണ്ട്. നല്ല പോളിങ്ങൊക്കെയാണ് അവിടെ. പിന്നെ രേഷ്മ ചേച്ചി നല്ല കഠിനാധ്വാനിയായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിങ്ങിണിയൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഒരു ചിരി. നല്ല രസമല്ലേ എല്ലാവരുമായിട്ടും ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കാനല്ലേ? നമുക്ക്
നമുക്കിങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ്. എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഇങ്ങനെയൊക്കെ കൂടാമല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസ് വേറെ നമ്മുടെ പിള്ളേർ പകർത്തുന്നുണ്ട്. ആകാശങ്ങൾ നോക്കി എന്ത് ഭംഗിയ, നീലാകാശം പീലി വിടർത്തും പച്ചപ്പനയോല, തെളിഞ്ഞ വാനം ചുമന്ന ഭൂമി. ബാക്കി പറഞ്ഞു പോയി, എനിക്കറിയത്തില്ല. പിന്നെ എന്തൊക്കെയോ പാടാന്നൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ സദ്യ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പം ഞാൻ പോയതാ വീണ്ടും കണ്ണകി വാട്ട, ഞാൻ പറഞ്ഞില്ലേ മീൻ വന്നെന്ന്, അത് കാണിക്കാൻ വേണ്ടി പോയതാ. അപ്പം അവിടെ തന്നെ നമ്മുടെ കായലിൽ ഈ പായലിനൊപ്പം തന്നെ ആമ്പലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വട്ടയിലേക്ക് നിൽപ്പുണ്ട്. അപ്പോൾ സുരേട്ടനൊക്കെ അതാ പുളിശ്ശേരി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 ട്രിപ്പ് അങ്ങനെ അവരൊക്കെ പുളിശ്ശേരി കഴിച്ചു. സല്ല ചേച്ചിയും കഴിച്ചു. പിന്നെ അതാ എനിക്ക് കിട്ടിയ ഇലയാകട്ടോ ഇത് കുഞ്ഞിലയായിപ്പോയി. അപ്പം ഞാൻ 2 ഇലയും കൂടെ ആയിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനിട്ട് 2 തിന്നുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട്, അവളുടെ ഇല നോക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ 2 വട്ടം തിന്നുന്നതിന് പകരമായിട്ട് തിന്നെയാണെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഞാനും പ്രസവ ചേച്ചി അവരെല്ലാവരും കൂടിയാണ് കഴിക്കാനിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ വീണ്ടും വീഡിയോ എടുക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചത് ഞാൻ മാത്രമല്ല നിങ്ങൾ എല്ലാവരും യൂട്യൂബേഴ്സ് ആയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഹായൊക്കെ തരുന്നിട്ട് അവരൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാനും കഴിച്ച് തീർന്നു കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് ആൾക്കാർ കയറിയിട്ടുണ്ട്. നമ്മുടെ സത്യദേവ് മാമനും വിജില ചേച്ചി, അമ്പിളിയമ്മ, രേഷ്മ ചേച്ചി എല്ലാവരും എന്താ കഴിക്കാൻ കയറി. ദുർഗയും കണ്ണകിയും എന്താ കണ്ടോ അപ്പുറത്ത് അവസരം മുതലാക്കി അവരിതാ ഫോൺ കണ്ടോണ്ടേ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ നമ്മുടെ ഒരു അമ്മ വന്നിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി. ഞാൻ പറഞ്ഞപ്പം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഉമ്മ ചേച്ചി ചോറ് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീണ്ടും കാണാം. ബായ്.